ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓട്ടണ്ണലെ കണ്ട് ഞാൻ താമസിച്ചു പോയി. എല്ലാവരും ചോദിച്ചു എവിടെ പോയി എന്ന്. ഞാൻ പ്രവചിച്ചിട്ട് പോയതാണ്. എന്താ 10 മന്ത്രിമാർ തോൽക്കുമെന്നാണ് ഞാൻ പ്രവചിച്ചിട്ട് പോയത്. പക്ഷേ 10 മന്ത്രിമാരല്ല, നമുക്ക് ഓരോറ്റ തോറ്റ മന്ത്രിമാരുടെ എണ്ണം എടുത്താണ്ട് 13 മന്ത്രിമാരാണ് തോറ്റിരിക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം പറയാം, ഏറ്റവും കൂടുതൽ എനിക്ക് UDF ജയിക്കണമെന്ന് ആഗ്രഹിച്ച നമുക്ക് എല്ലാവർക്കും മാക്സിമം 90% അല്ലെങ്കിൽ 80% ആൾക്കാരും UDF വരണമെന്ന് ആഗ്രഹിച്ചത് ഈ ഒരു ധാർഷ്ട്യമായിട്ടുള്ള ധിക്കാരപരമായ ഈ ഭരണത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിൽ ടീം യു ഡി എഫിന് അഭിനന്ദനം കൊടുക്കുകയാണ്. അതിന് പ്രധാനമായിട്ടും അതിൻ്റെ എന്താ പറയുക, നായകനായിട്ട് ലീഡർഷിപ്പായിട്ട് ലീഡറായിട്ട് തീർച്ചയായിട്ടും അതിനർഹൻ VD സതീശൻ തന്നെയാണ്. സതീശൻ്റെ ആ കോൺഫിഡൻസ് എടുത്ത് പറയാതിരിക്കുമ്പോൾ ഞാൻ തന്നെ 90 സീറ്റ് 95 സീറ്റ് അതിനപ്പുറത്ത് 100 സീറ്റ് എന്ന് പറഞ്ഞാൽ 100 സീറ്റ് പക്കാ സീറ്റ് 100 മേളിൽ പോയി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടൽ കറക്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കറക്റ്റ് സ്റ്റണ്ണിങ് ആയിട്ടുള്ള കറക്റ്റ് കാൽക്കുലേറ്റോടുകൂടി ഭരിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരിക്കും അദ്ദേഹം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും VD സതീശനോ രമേശ് ചെന്നിത്തല ആരെങ്കിലും ആവട്ടെ, അവർ രണ്ടുപേരിൽ ആരെങ്കിലും ആവണമെന്ന് തന്നെയാണ്. കാരണം ഒരു MLA 102 MLA-മാരുള്ള ഒരു സ്ഥലത്ത് വീണ്ടും MLA ആകാത്ത ഒരാളിനെ മുഖ്യമന്ത്രിയാക്കേണ്ട ഒരു ആവശ്യകത ഇവിടെയില്ല. അപ്പോൾ ജനങ്ങൾ അതിന് തീർച്ചയായിട്ടും എതിരായിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നിലെ VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആരെങ്കിലും ഒരാളാകട്ടെ, പക്ഷേ നായകനായിട്ട് VD സതീശൻ തന്നെയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനാണ് കൂടുതൽ പ്രിഫറൻസ്. ഇത് ഞാൻ അദ്ദേഹത്തിനോട് ഇഷ്ടം കൊണ്ടൊന്നുമല്ല പറയുന്നത്, ഞാനൊരു സാധാരണ രീതിയിലുള്ളൊരു കാര്യം പറഞ്ഞതാണ്. അപ്പം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ അബ്ദുൾ റഷീദ് ധർമ്മടത്തെ ആ ഒരു 6 റൗണ്ട് കേട്ടോ ഗൈസ്, എന്തൊരു ഒരു ധിക്കാരം എന്താ ഭരണത്തിൻ്റെ അധികാരത്തിൻ്റെ ഭ്രമം തലയ്ക്ക് ബാധിച്ച അല്ലെ ചിത്തഭ്രമം ബാധിച്ച, കറുപ്പ് കാണുമ്പോൾ ചിത്തഭ്രമം ബാധിച്ച ഒരു മനുഷ്യനെ, ഒരു അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവമായ ഒരു വ്യക്തിയെ നഗ്നനായിട്ട് വെയിലത്ത്, ആ പൊരി വെയിലത്ത് നിർത്തി അത് കഴിഞ്ഞ് തുണി ഉടുപ്പിച്ച ഒരു പ്രതീതിയായിരുന്നു ധർമ്മടത്തെ 6 റൗണ്ട് വരെ. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവിടുത്തെ ജനങ്ങൾ ഇതാണ് പറയുന്നത്, പ്രബുദ്ധരായ ജനങ്ങളാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും യഥാർത്ഥമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരന് കമ്മ്യൂണിസം നശിക്കാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാവില്ല. കമ്മ്യൂണിസം നശിച്ചു കാണുന്നത്, കമ്മ്യൂണിസ്റ്റ് സഹാക്കന്മാർ നശിക്കണമെന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ആഗ്രഹിക്കില്ല. അതാണ് ഞാൻ ആദ്യം പറയുന്നത്. ഒന്ന് കോൾ എടുത്തിട്ടെ. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ, ധർമ്മടത്തെ ജനങ്ങൾ അദ്ദേഹത്തിനോടുള്ള ആ വെറുപ്പ്, അവർക്ക് അത്രമാത്രം വെറുപ്പായിരുന്നു. സ്വന്തം പാർട്ടിക്കാരെ വെച്ചിട്ടൊരു മണ്ഡലം ഉണ്ടാക്കിയതാണ്. കാരണം അത്രമാത്രം സേഫായിട്ട് ജയിച്ചു പോകാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിക്കാർ, ഒരു പാർട്ടി ഗ്രാമം തന്നെ പറയാം അല്ലേ, CPM-ൻ്റെ ഒരു രാജ്യം, അങ്ങനെ ഒരു രാജ്യം പോലെ ഉണ്ടാക്കിയതാണ് ധർമ്മടം മണ്ഡലം, മട്ടന്നൂരൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോലും അവിടുത്തെ പാർട്ടിക്കാർ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാർ, യഥാർത്ഥമായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും കമ്മ്യൂണിസം നശിക്കാൻ ആഗ്രഹിക്കത്തില്ല. ഈ പിണറായി എന്ന് പറയുന്ന പിണറായിയുടെ കുടുംബവും ഈ ഗോവിന്ദനും കുടുംബവും കൂടി ഈ പാർട്ടിയെ നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയ സാധാരണക്കാരായ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇങ്ങനെ ഈ ഒരു ധർമ്മടത്ത് പിണറായി വിജയനെതിരെ വോട്ട് ചെയ്തത് എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട് കേട്ടോ. ഞാനൊരു സഖാവിൻ്റെ മകളായതുകൊണ്ടുകൂടെ ഞാൻ പറഞ്ഞു, എന്നെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. യഥാർത്ഥമായിട്ടും അത് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇന്നലെ തലയും താഴ്ത്തി ക്ലിഫ് ഹൗസിലേക്ക് വരേണ്ടി വന്നത്. തലയും താഴ്ത്തി 40 വണ്ടിയുടെ അകമ്പടിയോടുകൂടി റോഡിന് കറുത്ത തുണി കാണിച്ചാൽ അപ്പം തന്നെ ചിത്തഭ്രമം ബാധിച്ച് കണ്ടവരെയെല്ലാം തലയടിച്ചു പൊട്ടിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ ഇന്നലെ തലയും കുമ്പിട്ട് വരുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഉള്ളിൽ ഒരു വിഷമമൊക്കെ തോന്നി, ഇല്ലാതില്ല. പക്ഷേ അത് ആവശ്യമായിരുന്നു. ഈ 82-ാം വയസ്സിലും അല്ലെങ്കിൽ മാറിപ്പോകണമായിരുന്നു. വീണ്ടും ഭരിക്കാൻ വേണ്ടി, വീണ്ടും മുഖ്യമന്ത്രി ആവാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ അഴിമതിയെല്ലാം മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ്. 150 കോടിയോളം രൂപ അദ്ദേഹത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് മാത്രം ചെലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും സുഖസൗകര്യത്തിന് വേണ്ടി 150 കോടിയോളം രൂപയാണ് ഇത്രയും കടക്കണി കിടക്കുന്ന ഈ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് അദ്ദേഹം ചെലവാക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ തോറ്റ മന്ത്രിമാർ, ഞാൻ 10 മന്ത്രിമാർ തോക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനതിനകത്ത് റോഷി അഗസ്റ്റിൻ, കേളുവിനെയൊക്കെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവരൊക്കെ മന്ത്രിയാണെന്നുള്ള കാര്യം മറന്നുപോയി കേട്ടോ, അത് സോറി. അപ്പോൾ എന്തായാലും നമ്മുടെ വീണ ജോർജ്, ആദ്യമായിട്ട് നമ്മൾ തോറ്റ് അമ്പിയ മന്ത്രി എന്ന് പറഞ്ഞാൽ വീണ ജോർജ് ആയിരുന്നു. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. വീണ ജോർജ് 8 നിലയിൽ പൊട്ടുവന്ന്. പിന്നെ ബിന്ദു തോൽക്കുമെന്ന് ഞാൻ പറഞ്ഞു, ഉന്നത വിദ്യാഭ്യാസം. പിന്നെ MP രാജേഷ് തൃത്താലയിൽ തോക്കുമെന്ന് പറഞ്ഞു. റോഷി അഗസ്റ്റിനെ ഞാൻ പറഞ്ഞില്ല, കാരണം ഞാൻ അയാളെ മറന്നുപോയി. പക്ഷേ അവർ ഘടകകക്ഷി മന്ത്രിമാരല്ലേ.
പി രാജീവ് തോക്കുമെന്ന് ഞാൻ പറഞ്ഞു. തോക്കാനുള്ള ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. പി രാജീവ്, കെ പി ഗണേഷ് കുമാർ തോക്കുമെന്ന് പറഞ്ഞു. ചിഞ്ചു റാണി തോക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ചിഞ്ചു റാണി, ചടയമംഗലം എന്ന് പറയുന്നത് എപ്പോഴും CPIയുടെ കോട്ടയാണ്. അപ്പോൾ അവിടെ ഒരിക്കലും ചിഞ്ചു റാണി തോൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ചിഞ്ചു റാണിയാണ് ഇവിടെ ഞാൻ പറയാത്തൊരാൾ തോറ്റത്. എ കെ ശശീന്ദ്രൻ തോറ്റു, വാസവൻ തോറ്റു, കടന്നപ്പള്ളി രാമചന്ദ്രൻ തോറ്റു, അബ്ദുൾ റഹ്മാൻ തോറ്റു, OR കേളുവിനെ ഞാൻ പറഞ്ഞില്ല, വി ശിവൻകുട്ടി നിയമം. അപ്പോൾ ഇത്രയും മന്ത്രിമാർ തോറ്റ്. 2, 4, 6, 8, 10, 13 മന്ത്രിമാർ തോറ്റെന്ന് ആലോചിച്ച് നോക്കി ഭരണത്തിന്. എന്നിട്ട് ഈ ജയിച്ച മന്ത്രിമാർ പിന്നെ ഈ നമ്മുടെ ബാലഗോപാലൻ മന്ത്രിയേക്കേണ്ട 1000, 1100, 1150 വോട്ടിനാണ് ജയിച്ചത്. എന്തൊരു നാണം കെട്ട പടിയിറക്കമായിരുന്നു അല്ലേ. നമുക്ക് തോൽക്കുന്ന ഇതൊരു നാണം കെട്ട തോൽവി. കാരണം CPMന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയ ആഘാതം എന്തുകൊണ്ടാണ്? ഇത് ഒരു വ്യക്തികളോട് CPMന്റെ സെക്രട്ടറിയായ ഗോവിന്ദനോടും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആയിരുന്ന ഇപ്പോഴും അദ്ദേഹമാണല്ലോ കാവൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുമുള്ള അമിതമായ വെറുപ്പ്, ജനങ്ങളുടെ വിദ്വേഷമാണ്. അല്ലാണ്ട് കോൺഗ്രസ്സുകാർ ഓടിച്ചാടി പ്രവർത്തിച്ചതിൻ്റെ ഒന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം കോൺഗ്രസ്സുകാർ പ്രവർത്തനത്തിൻ്റെ മികവൊന്നും എന്നോട് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കത്തുമില്ല. കോൺഗ്രസ്സുകാർ വെച്ചല്ല, ഇവരോടുള്ള വെറുപ്പ്, ഈ ഭരണത്തോടുള്ള അഗാധമായ വെറുപ്പ് കൊണ്ടാണ് UDFന് ഇത്രയും സീറ്റ് കിട്ടിയത്. 102 സീറ്റ് എന്ന് പറഞ്ഞാൽ UDF സ്വപ്നം കാണുന്നതിനപ്പുറത്തേക്കുള്ള സീറ്റാണ് കിട്ടിയത്. അപ്പോൾ അത് പിണറായി വിജയനോടും അവരുടെ കുടുംബത്തോടും അതേപോലെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനോടും ഈ സഹാക്കന്മാരോട് കൂടിയുള്ള വെറുപ്പാണ്. അതുപോലെ കഴുത്തുളുക്ക് മന്ത്രി വീണ ജോർജ് ആരോഗ്യമേഖല തകർത്ത് തരിപ്പണമാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള ഇവരോടുള്ള വെറുപ്പിൻ്റെ അങ്ങേയറ്റം കൊണ്ടാണ്, അല്ലാണ്ട് CPM പാർട്ടിയോടുള്ള ദേഷ്യം കൊണ്ടല്ല. CPM എന്ന് പറയുന്ന പാർട്ടി ഇനിയും പിണറായി വിജയൻ ഭരിച്ചു കഴിഞ്ഞാൽ CPM എന്നുള്ള പാർട്ടി തന്നെ തൂത്തെറിയപ്പെടും, തുടച്ചു നീക്കപ്പെടും, തന്നെ വാനിഷായി പോവും. ആ ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി CPMന്റെ പ്രബുദ്ധരായിട്ടുള്ള അനുഭാവികൾ ഒരു നിമിഷം മാറി ചിന്തിച്ചു. ഉദാഹരണമാണല്ലോ നമുക്കറിയാം, G സുധാകരൻ 40 വർഷത്തോളം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ, പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, ഇവരെല്ലാം ജയിച്ചു വന്നിരിക്കുകയാണ് അല്ലേ. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവരൊക്കെ ജയിച്ചു വന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രാദേശിക ഈ BJP എന്താ പറയുക, CPMന്റെ പ്രാദേശിക ഘടകത്തിൽ ഒരാൾ മാറിക്കഴിഞ്ഞാൽ അവരെ എങ്ങനെ വെട്ടിക്കൊല്ലാം, അവരെ തകർക്കാമെന്ന് മാത്രം ചെയ്യുന്ന CPMൽ നിന്ന് ഒരാൾക്കാർ വന്ന് അവർ ഇലക്ഷനിൽ നിന്ന് ജയിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ ഭയങ്കര അതിശയമാണ്. എന്തായാലും ജനങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. പ്രത്യേകിച്ചും CPMന്റെ അനുഭാവികളായ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ സല്യൂട്ട് കൊടുക്കേണ്ടത്. കാരണം ഇതൊക്കെ എപ്പോഴും CPM എന്നിട്ട് കേഡർ പാർട്ടിയാണ് അല്ലേ. ആ കേഡർ പാർട്ടിയിലും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു വോട്ടിംഗ് കുത്തകയുണ്ട്, ആ വോട്ടിംഗ് ശതമാനമുണ്ട്. ആ വോട്ടിങ്ങിൽ നിന്ന് മാറി വരുമ്പോൾ ആ അനുഭാവികൾ തന്നെയാണ് UDFനായാലും BJPക്കായാലും വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ചുവപ്പ് കോട്ട എത്രയോ വർഷമായി, 30 വർഷമായി, ഉദുമയെന്ന് പറഞ്ഞാൽ 30 വർഷമായിട്ട് CPM ഭരിച്ചുകൊണ്ടിരുന്ന നാടാണ് ഉദുമയിൽ UDF കയറി. അതുപോലെ തന്നെ 56 വർഷമാണ് പയ്യന്നൂർ മണ്ഡലം, 56 വർഷമായിട്ട് പയ്യന്നൂർ മണ്ഡലം LDFന്റെ കയ്യിലാണ്. CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതിനുശേഷം 56 വർഷത്തിന് ശേഷം പിന്നെ തളിപ്പറമ്പ് അതേപോലെ 56 വർഷം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടിൻ്റെയൊക്കെ കാലം തൊട്ട് പയ്യന്നൂരും തളിപ്പറമ്പും, എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടായിരിക്കും ഇത് കുറേ മണ്ഡലങ്ങൾ പിന്നീട് ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ അത്രയും വർഷം തൊട്ട്, ഏത് കാലം തൊട്ടാണോ അവിടെ ഒരു ഇലക്ഷനുള്ള ആ കാലം തൊട്ട് ജയിക്കുന്ന ഓരോ മണ്ഡലങ്ങളാണ്. 15 വർഷമായിട്ട് ബാലുശ്ശേരി, ഈ ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവാണ് ഈ ബാലുശ്ശേരിയിൽ മത്സരിച്ചത്. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ നശിച്ച് നാറാണക്കലടിച്ച്, അതുകൊണ്ട് ഭർത്താവിൻ്റെ സീറ്റ്, മര്യാദയ്ക്ക് ഭരിച്ചുകൊണ്ടിരുന്ന സച്ചിൻ ദേവിൻ്റെ സീറ്റ് നഷ്ടപ്പെടുത്തുക. ബാലുശ്ശേരി 15 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ബാലുശ്ശേരി, 46 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന പേരാമ്പ്ര, ഒരു ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അവിടെ ജയിച്ചിരിക്കുന്നത്. 69 വർഷം നാദാപുരം. ഇപ്പം നമ്മുടെ ഇവിടെ എന്താ പറയുന്നത്, കേരള സംസ്ഥാന രൂപീകരിച്ച ആ വർഷം മുതൽ CPMന്റെ കയ്യിലിരിക്കുന്നതാണ് നാദാപുരം. 69 വർഷമായിട്ട് നാദാപുരത്ത് അഭിജിത്താണെന്ന് തോന്നുന്നു ജയിച്ചത് UDFന്റെ. 35 വർഷമായിട്ട് അമ്പലപ്പുഴ, നമ്മൾ G സുധാകരൻ 35 വർഷമായിട്ട് അമ്പലപ്പുഴ തിരിച്ച് UDFിലേക്ക് തിരിച്ചു വന്നു. ഏറ്റുമാനൂർ 15 വർഷമായി ഏറ്റുമാനൂർ, 59 വർഷം വൈക്കത്ത്, 59 വർഷം കൊണ്ട് LDF ഭരിക്കുന്ന വൈക്കം പിടിച്ചു. 25 വർഷമായിട്ട് ഇടുക്കി ഭരിക്കുന്ന CPMൽ നിന്ന് UDF പിടിച്ചെടുത്തു. ഉടുമ്പൻചോല 25 വർഷമായിട്ട് CPMന്റെ കയ്യിലായിരുന്നു. പീരുമേട് 15 വർഷമായി കോങ്ങാട്, ഏലത്തൂർ 10 വർഷം,
1987 മുതൽ 87 എന്ന് പറയുമ്പോൾ 29 വർഷമായിട്ട് കുന്നത്തൂർ, അതുപോലെ തന്നെ ഇരവിപുരം 20 വർഷമായിട്ട് ഇരവിപുരം നൗഷാദിൻ്റെ കയ്യിലായിരുന്നു. നൗഷാദൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗുണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. 60 വർഷമായി തൃക്കരിപ്പോൾ. ഇത്രയും മണ്ഡലങ്ങൾ CPM-ൻ്റെ കുത്തക സീറ്റുകളാണ് കേട്ടോ. 69 വർഷവും 59 വർഷവും ഒക്കെ ആയിട്ടിരുന്ന CPM-ൻ്റെ കുത്തക സീറ്റുകളാണ് UDF-ലേക്ക് വന്നത്. എന്തുകൊണ്ടാണ്? ഇതെല്ലാം ഒരു കേഡർ പാർട്ടിയാണ് CPM. അവർക്ക് അടിസ്ഥാനപരമായി അവരുടെ വോട്ടുകളാണ് ഇതെല്ലാം. അവിടുത്തെ സ്വാഭാവികമായിട്ട് അവിടുത്തെ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റ് സഹാക്കന്മാർ മാറി ചിന്തിച്ചു. അല്ലെങ്കിൽ CPM എന്ന പാർട്ടി ബംഗാളിലെ പോലെ തകർന്ന് തരിപ്പണമായി വാനിഷായി പോവും എന്ന് ഭയന്നിട്ട് അവിടുത്തെ CPM-ൻ്റെ സഹാക്കന്മാരാണ് ഇങ്ങനെ വോട്ട് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരിക്കലും നമുക്ക് ജനാധിപത്യ രാജ്യമാണ് ഇതൊക്കെ. ജനാധിപത്യ സംസ്ഥാനങ്ങൾ, ജനാധിപത്യ രാജ്യം, ജനാധിപത്യ പ്രക്രിയമുള്ള രാജ്യങ്ങൾ, പലതരം പാർട്ടികൾ വേണം. ഒരു പാർട്ടിയും വാനിഷ് ആവാൻ പാടില്ല. പക്ഷേ നമ്മളെ പാർട്ടിക്ക് മുകളിലായി ആരും വളരാനും പാടില്ല അല്ലേ? പാർട്ടിക്ക് മുകളിലേക്ക് ഒരാൾ വളർന്നു കഴിഞ്ഞാൽ അയാളെ തൂത്തെറിഞ്ഞ് വലിച്ചു കീറി അയ്യത്ത് കളയുക, അല്ലെങ്കിൽ തലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് ജനങ്ങൾ ചിന്തിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എൻ്റെ പ്രവചനം കറക്റ്റായി. ആരൊക്കെ എനിക്ക് കമൻ്റ് ഇട്ടായിരുന്നു, നീ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് എണ്ണിക്കഴിഞ്ഞ് നീ വാ, നിന്നെ ഒന്ന് കാണണം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ പറഞ്ഞതിനെക്കാട്ട് കൂടുതൽ മന്ത്രിമാർ തോറ്റിരിക്കുകയാണ്. ഞാൻ 10 മന്ത്രിമാരെ പറഞ്ഞോളൂ, പക്ഷേ 13 മന്ത്രിമാർ തോറ്റു. അപ്പം നിങ്ങളൊരു സങ്കടപ്പെടേണ്ട. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ പാരമ്പര്യമായിട്ട് ഞാനും അച്ഛൻ ഫാദർ ഒരു CPM-കാരനായതുകൊണ്ട് ഒരു സഖാവായിരുന്നു, മരിച്ചുപോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് നമുക്കും CPM നശിക്കണമെന്നൊന്നും ആഗ്രഹമില്ല കേട്ടോ. CPM പാർട്ടി നശിക്കരുത്. അവർ തീർച്ചയായിട്ടും അവർ കയറി തന്നെ വരണം. അവർ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ഈ CPM-ൻ്റെ ആൾക്കാർ പാഠം ഉൾക്കൊള്ളണം. അപ്പോൾ പിന്നെ ഇനിയുള്ളത് ഒന്നുകൂടി പറയാനായിട്ട്, എന്തായാലും ഈ ഭരണാധികാരികൾ, അധികാരവർഗം അല്ലെ അധികാരത്തിലേക്ക് കയറി കഴിയുമ്പോൾ ഈ അധികാര ഭ്രമം തലയെ ബാധിക്കില്ല, എന്നാൽ തലച്ചോറിനെ, മസ്തിഷ്കത്തെ ബാധിക്കാതിരിക്കട്ടെ എല്ലാവർക്കും. അധികാരികൾ എന്ന് പറഞ്ഞാൽ ഇവർ അധികാരത്തിൻ്റെ ചിത്തഭ്രമം ബാധിക്കുമ്പോഴാണ് ഇവർക്ക് നാലു ചുറ്റും തോന്നുന്നവരെല്ലാം വെറും അടിമകളാണെന്നുള്ളൊരു ഫീലിങ്സ് വരുന്നത്. അപ്പം യഥാർത്ഥ യജമാനന്മാർ ആരാണ്? ജനങ്ങളാണ് യഥാർത്ഥ യജമാനന്മാർ. അത് മനസ്സിലാക്കിയാൽ ഇവർക്ക് കൊള്ളാം. ഇവരെ മാസ ശമ്പളം നമ്മളിവരെ തിരഞ്ഞെടുത്ത് വോട്ട് കൊടുത്ത് ഇവരെ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് വിടുന്നത് നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൊടുക്കുന്ന നികുതി പണം വെച്ചിട്ട് യുക്തമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആർക്കൊക്കെയാണ് ഹെൽപ്പ്, സഹായം വേണ്ടത്, ആർക്കൊക്കെയാണ് ഇവിടെ എന്തൊക്കെ വികസനങ്ങൾ നടത്താം, എന്തൊക്കെ ഭരണ പരിഷ്കാരങ്ങൾ നടത്താം, ഇതെല്ലാം ചെയ്യാൻ വേണ്ടി മാസ ശമ്പളവും കാറും വീടും സകല സൗകര്യങ്ങളും കൊടുത്ത് നമ്മളിവരെ ചുമതല ഏൽപ്പിക്കുകയാണ്. അത് ഇവർ മനസ്സിലാക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കുന്ന ശമ്പളം വാങ്ങിച്ച് നമ്മുടെ ജോലി, നമ്മളെ സേവിക്കുന്നതാണ് ഇവരുടെ ജോലി എന്ന് ഓരോ ഭരണാധികാരികളും ഓരോ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരും മനസ്സിലാക്കിയാൽ ഇവർക്ക് കൊള്ളാം. അല്ലെങ്കിൽ വീണ്ടും 5 വർഷത്തിന് കഴിയുമ്പോഴത്തേക്ക് ഇതിനേക്കാൾ കഷ്ടമായിട്ട് അടുത്ത ഭരണാധികാരിയെ അടിച്ച് നമ്മൾ പുറത്താക്കും. അപ്പോൾ നന്നായിട്ട് ഭരിച്ചാൽ എന്നും നിലനിൽക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ BJPക്ക് 3 സീറ്റിൽ അവർക്കും കൺഗ്രാറ്റ്സ്, അഭിനന്ദനങ്ങൾ. കാരണം BJP കേരളത്തിൽ ഉണ്ടാവില്ല, അവരെ പിന്നെ എന്താ പറയുക പൂട്ടും എന്നൊക്കെ പറഞ്ഞ ഒരു എല്ലാവരും രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല. പക്ഷേ BJP കേരളത്തിൽ വേരുറച്ചു വരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് 3 സീറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ തന്നെ വരട്ടെ എന്നുള്ളത് മാത്രമാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും വരണം. പല പല വിശ്വാസങ്ങളും പല പല പിന്നെ എന്താ പറയുക പല പല രീതിയിലാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഒരു അജണ്ടകളുണ്ടല്ലോ, അവരുടേതായിട്ടുള്ള ഫിലോസഫി ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവണം. അതാണല്ലോ ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ. അതങ്ങനെ തന്നെ പോകട്ടെ. ആരും കുത്തും കൊലപാതകവും അടിയും വെട്ടും ബഹളവും ഒന്നും ഉണ്ടാകാതെ എല്ലാവരും സന്തോഷമായിട്ട് ഒരു നല്ല കേരളത്തിന് വേണ്ടി, ഒരു നല്ല ഭാരതത്തിന് വേണ്ടി എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, അങ്ങനെ എന്തായാലും പിണറായി വിജയൻ സഖാവ്, ഞാൻ എപ്പോഴും പറയും ഡോ വിജയ ഇറങ്ങി പോകുന്നതിന് എന്താ വേണമെന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി പറയുന്നില്ല. കാരണം അദ്ദേഹം തകർന്നു, തലയും താഴ്ത്തി ആ പോകുന്ന പോക്കെന്ന് പറഞ്ഞാൽ അതൊരു 1.5 പോക്കാണ്. അപ്പോൾ ഇനിയും നമ്മളൊന്നും പറയാൻ ആളല്ല, ഇനി നമ്മളൊന്നും പറയുന്നില്ല. ഇനി ആരാണ് പ്രതിപക്ഷ നേതാവ്, ആരാണ് മുഖ്യമന്ത്രി എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്.